ലിവർപൂൾ റീസെന്റ് നമ്മൾ കണ്ടാണ്. കാരബാവോ കപ്പ് അടിച്ചു ഞാൻ ഒരു ലിവർപൂൾ ഫാനാണ്. കാരബാവോ കപ്പ് അതുപോലെ തന്നെ ക്വാഡ്രപ്പിൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീസൺ ക്ലോപ്പിന് ഒരു ഹാപ്പി എൻഡിങ് കൊടുത്തിട്ട് പറഞ്ഞേക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ലിവർപൂൾ ഫാൻസിൽ എല്ലാവർക്കും ഉണ്ട്. സോ അതിന്റെ തുടക്കം കണ്ടത് കാരബാവോ കപ്പ് ഫൈനൽ വേഴ്സസ് ചെൽസിയാണ്. ആദ്യത്തെ കപ്പ് നമ്മൾ അടിച്ചിരിക്കുന്നു. ആൻഡ് വി ഹാവ് നൗ 20 ലീഗ് കപ്സ് ആൻഡ് വി ആർ ഒഫീഷ്യലി 1 കപ്പ് അഹെഡ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ. കരബാവ് കപ്പൊക്കെ നിങ്ങൾ അടിച്ചോ? പ്രീമിയർ ലീഗ് നമുക്ക് പറഞ്ഞ കൂട്ടിലുണ്ട്, അത് മറക്കണ്ട. അല്ല, ഞാൻ അതിന്റെ ഡിബേറ്റിനല്ല വന്നത്. കരബാവ് കപ്പ് അൾട്ടിമേറ്റ് ഓക്കെ. കപ്പിന്റെ ഡിബേറ്റ് ആ ഡിബേറ്റ് നമുക്ക് വേറെ ദിവസം നടത്താം വിഷ്ണു. നമ്മള് അതൊക്കെ നമ്മൾ പറയാവുന്നത് കാരബാവ് കപ്പ് അടിച്ചെങ്കിലും നമുക്ക് കളിനെ പറ്റി അടിച്ച സംസാരിക്കാം. രീതിയാണ്. കിഡ്സിനെ വെച്ച് ലിറ്ററലി ലൈക്ക് ജെയ്ഡൻ ഡാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാർക്ക് ആണെങ്കിലും വളരെ അക്കാഡമിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലെയേഴ്സിനെ വെച്ചിട്ടാണ് അവർ ആ ഫൈനൽ ലൈക്ക് 30-40 മിനിറ്റ്സ് അത്രയും പ്രഷർ സിറ്റുവേഷനിൽ വൺ ഓഫ് ദ ടോപ്പ് ടീം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് ചെൽസി അവർക്ക് ആ പേരുണ്ട്, ദേ വിൻ ട്രോഫീസ്. സോ അങ്ങനെ ഒരു ടീമിനെതിരെ കളിച്ച് ഫൈനൽ വരെ നിന്ന് എക്സ്ട്രാ ടൈമിന്റെ പ്രഷർ അബ്സോർവ് ചെയ്തിട്ട് കളിച്ച് ജയിച്ചത്. സോ as a Liverpool fan, I feel so proud of the boys. Like this shows again and again, like നമ്മൾ എപ്പോഴും പറയാൻ യർഗൻ ക്ലോപ്പ് ഇസ് ടോപ്പ് കോച്ച്. സോ അതിന്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കണ്ടത്. വൈ യർഗൻ ക്ലോപ്പ് ഇസ് ടോപ്പ്. ഇത്രയും ഒരു എന്താ പറയാ അക്കാഡമി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ഫോർ മീ. നീ കണ്ടാണോ കളി? എന്താ നിനക്ക് തോന്നിയത് അത് കണ്ടപ്പോ? സംഭവം എനിക്ക് തോന്നിയ കാര്യം, ക്ലോപ്പിന് ഒബ്വിയസ്ലി പ്രീമിയർ ലീഗാണ് പ്രിഫറൻസ്. സോ ആ ഒരു ഫുൾ ടീമിനെ ഇറക്കാനുള്ള ഇതില്ല. ഒന്നാമത് കുറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു യങ്സ്റ്റേഴ്സിനെ ഇറക്കിയതിനോട് എനിക്ക് കുഴപ്പമില്ല. കാരണം ആ ഒരു കപ്പ് ഇവർക്ക് ഒന്ന് ക്വാർട്ടറിൽ എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് ഓക്കെ, അതിനപ്പുറത്തേക്ക് പ്രീമിയർ ലീഗാണ് ഇവർക്ക് അൾട്ടിമേറ്റ്ലി ടാർഗറ്റ്. സോ ഒന്നാമത്തെ കാര്യം, ചെൽസി നല്ല മോശമായിരുന്നു ഫോർവേഡ്സ്. സ്റ്റെർലിംഗ് ആയിക്കോട്ടെ ഗാലഗർ ആയിക്കോട്ടെ എല്ലാവരും നല്ല മോശമായിരുന്നു ഞാൻ കണ്ടെടുത്തോളം. സോ സെക്കൻഡ്, നിങ്ങളുടെ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോളി, അതാ ഞാൻ പറഞ്ഞേ, കുറെ ഓപ്പൺ ബോൾസ് മിസ് ചെയ്തു. പിന്നെ ഒന്നാമത് നിങ്ങളുടെ ഗോളിയുടെ അത്യാവശ്യം നല്ല കുറച്ച് സേവ്സ് ഉണ്ടായിരുന്നു ഗാലഗറിന്റെ. സോ അതും അത്യാവശ്യം നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. കാരണം ഇവര് അത്യാവശ്യം ചെൽസി എപ്പോഴും നമുക്കറിയാം ആ ഒരു ബോക്സിലേക്ക് വരുന്ന പ്ലേ മേക്കിംഗ് അത്യാവശ്യം നല്ല ടീം തന്നെയാണ്, ഏത് ടീം വന്നാലും ചെൽസി. പക്ഷെ ഫിനിഷിങ് എപ്പോഴും മോശമാണ്. ഇന്നലെ അത്യാവശ്യം നല്ല അറ്റാക്കിങ് വന്നതൊക്കെ ആ ഒരു റോബർട്ട്സൺ ആയിക്കോട്ടെ ആൻഡി ആയിക്കോട്ടെ അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പർ ആയാലും ഡിഫൻസിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ആ ഒരു ഫ്രണ്ട് ലൈൻ പഴയ ടീമിന്റെ അത്ര ഇല്ലെങ്കിലും യങ്സ്റ്റേഴ്സ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു അറ്റാക്കിങ്ങിലായാലും. സോ സംഭവം ഞാൻ സമ്മതിച്ചു തരാം, ലിവർപൂൾ അത്യാവശ്യം നന്നായിട്ടാണ് ആ ഒരു സ്പിരിറ്റിൽ തന്നെ ഫുൾ കളിച്ചത്. ആ ഒരു യങ്സ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ളത് അധികം അറിയിച്ചില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എന്നുള്ള നിലയിൽ നിനക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? വളവള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ റയൽ മാഡ്രിഡിന്റെ കളി പണ്ട് കാണാറുള്ള എപ്പോഴും യങ്സ്റ്റേഴ്സിനെ വെച്ച് ഒരു ഇടയ്ക്ക് കപ്പടിക്കാറുണ്ട്, കോപ്പ ഡെൽ റേയും സൂപ്പർ കോപ്പയൊക്കെ. സോ അത് എനിക്ക് തോന്നുന്ന മൊത്തത്തിൽ ആ ഒരു മെന്റാലിറ്റിയാണ് കാണിക്കണത്. സോ ഇവര് ഇപ്പൊ ഏത് ടീം യങ്സ്റ്റേഴ്സ് ഇറങ്ങിയാലും ആ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിന്റെ എന്താ പറയാ ആ ഒരു ഇൻഫ്ലുവൻസ് ഇവരിലേക്കും വരും. സോ ആ ഒരു സ്പിരിറ്റ് ലിവർപൂളിന് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ട് ക്ലോപ്പിന്റെ മാനേജറൽ ഇതില്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ് ഇഫ് യു ക്യാൻ കീപ് ഇറ്റ് അപ്പ്. എനിക്ക് കളിയിൽ തോന്നുന്നു നീ പറഞ്ഞൊരു കാര്യം ശരിയാ. മേ ബി ക്ലോപ്പിന് ആ കപ്പ് അടിക്കണമെന്നുള്ളത് അത്ര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിനുള്ള ഒരു ഫയർ പവറും നമ്മുടെ ബാക്കിലില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഞ്ചറി. അതിനിടയിൽ നീ പറയുന്ന കേട്ടണം മോനെ, കാസിഡോ ഗ്രാവൻബർച്ചിന് ഒരു ഫൗൾ ചെയ്തു, റെഡ് കാർഡ് പോലും കൊടുത്തില്ല. ചെക്കന്റെ കാലൊടിഞ്ഞു, റെഡ് കാർഡ് പോലും കൊടുത്തില്ല. മനസ്സിലായോ? ഐ ഡോണ്ട് നോ വൈ ദേ ആർ ടാർഗറ്റിംഗ് ലിവർപൂൾ ഇൻ സ്പെസിഫിക്. ലൈക്ക് എന്തൊക്കെ ആണ് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക്
6 points എങ്ങാണ്ടാണ് പ്രീമിയർ ലീഗിൽ നമുക്ക് പോയത്. ഞാനിത് പിന്നെയും പറയുമ്പോൾ ഇവൻ എന്താ ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാന്ന്. ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ് അഗൈൻ ആൻഡ് അഗൈൻ, അത് നീ എസ്പെഷ്യലി ഇൻ ലാസ്റ്റ് ലിവർപൂൾ പറഞ്ഞാൽ മതി. ഗെയിംസ്. നീ സീസൺ കഴിയുമ്പോ കപ്പടിക്കാണ്ടിരിക്കുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി ആ പോയിന്റ്സ് ഒക്കെ. ഇപ്പൊ ഇല്ല അല്ലടാ എടാ, ഇത് ഞാൻ പറഞ്ഞ ഒരു ഫാക്ട് ആണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. അത് അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 6 points റഫറിങ് ബ്ലണ്ടേഴ്സ് കാരണം. ആൻഡ് പ്ലെയറിന്റെ കാല് തല്ലി ഓടിച്ചിട്ട് ഞങ്ങക്ക് ഒരു കാർഡും ഇല്ല അതില്, ഒരു യെല്ലോ കാർഡ് പോലും ഇല്ല. നേരെ മറിച്ച് ബോള് സ്ലിപ്പായിട്ട് ടോട്ടൻഹാം കളിയിൽ കർട്ടിസ് ജോൺസിന്റെ സ്റ്റഡ് ഒരു പ്ലെയറിന്റെ കാലുമ കയറിയതിന് ഞങ്ങൾക്ക് റെഡ് കാർഡ് VAR വിധിച്ചു. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ ലിവർപൂളിന് എതിരെ നടക്കുമ്പോഴും ആ ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി വെച്ച് ഇതാക്കിയല് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മള് FA കപ്പ് ഒരു കളിയും കൂടി കണ്ടു. കരബ കപ്പ് ഞങ്ങൾ അടിച്ചെങ്കിൽ FA കപ്പ് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ഗെയിമില് അതിലും ക്ലോപ്പ് ഇറക്കിയത് ഒരു വെരി യങ് സ്ക്വാഡിനെയാണ്, വളരെ യങ് സ്ക്വാഡിനാണ്. സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ലിവർപൂൾ എന്ന് പറഞ്ഞ ടീമിന് അതൊരു നെസസിറ്റി ആയി കഴിഞ്ഞിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് അത്രയും ഇഞ്ചറി പ്രോബ്ലംസ് ഉണ്ട്, മനസ്സിലായോ? അതിന്റെ ഇടയിൽ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ സ്റ്റെപ്പിംഗ് അപ്പ്. ലൈക്ക് ദേ വാണ്ട്, ലൈക്ക് നമുക്ക് ചില സമയത്തുണ്ടാവില്ല ആ മാനേജറിന് അത് കൊടുക്കണം, ആ ഇത് വന്ന് തന്ന അവരുടെ ലാസ്റ്റ് സീസണിൽ ആ ഒരു ഫയറിൽ കളിക്കണ പോലെ എല്ലാവരും, അത് സീനിയർ പ്ലെയർ ആയിക്കോട്ടെ അക്കാഡമി പ്ലേയേഴ്സ് ആയിക്കോട്ടെ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ദാറ്റ് ലാസ്റ്റ്സ്. ഇത്ര യങ് സ്ക്വാഡ് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ചെൽസിയുടെ യങ് സ്ക്വാഡ് അല്ലേ? ചെൽസിയുടെ ആവറേജ് ഏജ് ലിവർപൂളിന്റെ ആ ടീമിന്റെ ആവറേജ് ഏജിനേക്കാളും കുറവായിരുന്നില്ലേ? എന്തോ 22 പോയിന്റ് സംതിങ് ആയിരുന്നു, ലിവർപൂളിന് 23 ആയിരുന്നു. പിന്നെ എന്ത് മാങ്ങാത്ത എന്താണ് ഇവന്മാര് പൊക്കി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കപ്പ് ജയിച്ചതിനാണോ അത്ര? എടാ രമണ, എടാ ഓക്കെ, ഐ ഗെറ്റ് യുവർ പോയിന്റ്. എടാ ഒരു കപ്പ് ജയിച്ചതിന് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. ലൈക്ക് ചെൽസിയുടെ ആവറേജ് സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ അവര് റിലേറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയും എക്സ്പീരിയൻസ്, കുറച്ചും കൂടിയും ഹൈ ലെവൽ ഓഫ് ഫുട്ബോൾ കളിച്ച ടീമാണ് ആസ് കമ്പയർഡ് ടു ലിവർപൂൾ. എസ്പെഷ്യലി അവർ ലിവർപൂളിന്റെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ടീം നോക്കുമ്പോൾ. സോ നോക്കിക്കഴിഞ്ഞാൽ 18 year olds ക്ലാർക്ക്, എത്ര പേര്, കോണർ ബ്രാഡ്ലി, ഡാൻസ്, സോ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് കളൊക്കെ ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അവരെ സീരിയസ്ലി ഞാൻ കളി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ, ഇത് കളി തീർന്നു, ഇത് ചെൽസിക്ക് ജയിക്കാനുള്ള ഇതായി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ചെൽസി ആ സിറ്റുവേഷനിലൂടെ കുറച്ചുകൂടിയും ഹയർ ലെവൽ ഓഫ് ഫുട്ബോളിൽ കളിച്ച പ്ലേയേഴ്സിനെയാണ് നമുക്ക് ഗ്രൂപ്പിൽ കണ്ടത്. സോ ആ ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് കുറച്ചുകൂടി റെസ്പെക്ട് തോന്നുന്നത് ലിവർപൂളിന്റെ വിന്നിനോട്, മോർ ദാൻ ജസ്റ്റ് എ വിൻ എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടി റെസ്പെക്ട് വരുന്ന ഒരു ഫാക്ടർ അതാണ്. അതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, പക്ഷെ എനിക്കറിയില്ല അതിൽ ആരാണ് നീ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെൽസി പ്ലേയേഴ്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് അല്ല, ഞാൻ റിലേറ്റീവ്ലി ആണ് പറഞ്ഞത്. ഓക്കെ, സോ നീ ജസ്റ്റ് കമ്പയർ, നീ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ, ലൈക്ക് ഹൂ ഈസ് ദ യംഗസ്റ്റ് വൺ ഇൻ ചെൽസി സ്ക്വാഡ്? യംഗസ്റ്റ് ആരാ? ഗുസ്റ്റോ ആയിരിക്കും. ഗുസ്റ്റോ അല്ലെങ്കിൽ അതിനേക്കാളും യങ് ആരാ? മാലോ ഗുസ്റ്റോ ഒരുപാട് കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരാളാണ് കമ്പയർ ടു സമൺ ലൈക്ക് ഡാൻസ് ഓർ ക്ലാർക്ക് ഈവൻ. ബട്ട് ക്ലാർക്ക് കളിച്ച കളി ആ ഒരു ഗെയിമിൽ ഇറ്റ് വാസ് ഫാർ ബെറ്റർ ദാൻ ഗസ്റ്റോ, മനസ്സിലായോ? സോ അങ്ങനെയുള്ള ആസ്പെക്റ്റിലാണ് എനിക്ക് ആ കളിയോട് കുറച്ചുകൂടിയും ഒരു ഇഷ്ടം തോന്നിയത് യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന്. സോ അതുകൊണ്ടാണ് ആ ഒരു ടോക്ക് ഉണ്ടാവുന്നത്, അല്ലാതെ ജസ്റ്റ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് അവർ ഏജ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ല, എക്സ്പെക്റ്റഡ് ആണ്. കാരണം എനിക്ക് പോച്ചറ്റീനോ മാനേജറായിട്ട് അങ്ങനെ അടിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് യു കനോട്ട് ടേക്ക് ദ ടോട്ടൻഹാം ഔട്ട് ഓഫ് ദ മാൻ അല്ലേ? അങ്ങനെയല്ലടാ, ഇൻ ജനറൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ചെൽസിയുടെ അടിപൊളി സ്ക്വാഡാണ്. എനിക്ക് ലൈക്ക് ആ പ്ലേയേഴ്സിന് അങ്ങനെ ഒന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബട്ട് ഇൻ ജനറൽ പോച്ചറ്റീനോ ഒരു നല്ല മാനേജറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഫോർവേഡ്സ് ഇപ്പോഴും സ്റ്റേബിൾ അല്ല. ആരാണ് അത്യാവശ്യം ആകെ കൂടി ഒരു പാമറാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ തോന്നുന്നത്. ബാക്കി
ആരാണ് ഒരു ഒരു ഗ്യാരണ്ടി ഉള്ള പ്ലെയർ? ജാക്സൺ ആണെങ്കിൽ വൻ മോശം. സ്റ്റെർലിംഗ് ആണെങ്കിൽ ചില കളികൾ നല്ല ഫോം ആവും. എടാ പക്ഷെ ഇത് നമ്മളിപ്പോ 2024 ഇപ്പോഴും നമ്മള് നല്ല ഫോർവേഡ്സ് ഇല്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആയി പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. കാരണം പല ടീംസും അവര് അങ്ങനെ പ്രോപ്പർ നമ്പർ 9 വെച്ചൊന്നുമല്ല ഇപ്പൊ ഷൈൻ ചെയ്യുന്നത്. ലൈക് ടാക്ടിക്സ് ഒരുപാട് മാറി ഇന്നത്തെ ഫുട്ബോളിന്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് നമ്പർ 9 ഉള്ള ഒരു ടീമിന് മാത്രമേ ഒരുപാട് ഗോൾസ് അടിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെൽസിയുടെ കളിയിൽ അത് നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്ലേ മേക്കിംഗ് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഫിനിഷ് ചെയ്യാൻ ഇപ്പോൾ ആരും ഇല്ല. ഫിനിഷ് ചെയ്യാൻ അത്യാവശ്യം ഒരു ഇത് വേണ്ടേ നമ്പർ 9 ഇല്ലെങ്കിലും. അത് ശരിയാണ്. അതായത് അവൻ റിലയബിലിറ്റിയുടെ കാര്യം പറയണെന്ന് തോന്നുന്നു. ലൈക്ക് ആ ഗെയിം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ആരുമില്ല. ലൈക്ക് അതുവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആര് റിലേ ചെയ്യും ഫിനിഷ് ചെയ്യാൻ? അതില്ല. ലൈക്ക് അത് പ്ലേയേഴ്സിന്റെ ആവാം അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ആവാം, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. എന്തായാലും ഗുലാം വന്ന സ്ഥിതിക്ക് നമുക്ക് റിയൽ മാഡ്രിഡിനെ പറ്റി സംസാരിക്കാം. അതിനുമുമ്പ് റിയൽ മാഡ്രിഡ് അല്ല, ആക്ച്വലി എംബാപ്പേനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. എംബാപ്പെ PSG വിടാന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഏകദേശം ഒരു ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. റിയൽ മാഡ്രിഡിലേക്ക് തന്നെയാണ് വരിക എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞാണ്. അതിലിഞ്ഞ് ആ കോൺട്രാക്ട് സിറ്റുവേഷൻസ് മാത്രം ഒന്ന് കറക്കിയെടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ സെറ്റാണ്. ചെറുപ്പകാലം മുതലേ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ റിയൽ മാഡ്രിഡ് കളിക്കണം ആഗ്രഹമുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു കിലിയൻ എംബാപ്പെ. ആൻഡ് ആ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ബട്ട് അത് ഇന്നവിറ്റബിൾ ആണ്. വേറെ ഇപ്പോൾ ആർസണൽ ഉണ്ടെന്ന് പറഞ്ഞാലും ലിവർപൂൾ ഉണ്ടെന്ന് പറഞ്ഞാലും കൊനാട്ട പറഞ്ഞ പോലെ ഡു യു റിയലി തിങ്ക് ദാറ്റ് ഹി ഈസ് ഗോൺ കം ഹിയർ എന്നുള്ള ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹി ഈസ് ഗോയിങ് ടു റിയൽ മാഡ്രിഡ് ഫോർ ഷുവർ. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വിൽ എംബാപ്പെ ഫിറ്റ് ഇൻ ടു ദ റിയൽ മാഡ്രിഡ് സിസ്റ്റം? സോ ഇതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൾ ഗുലാം തന്നെയാണ്. നീ പറഞ്ഞു. ഐ തിങ്ക് ഇത് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അന്ന് റോഡ്രിഗോ എവിടെ കളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു. ലൈക്ക് ഞാൻ അടുത്ത് കാണുന്ന റിയൽ മാഡ്രിഡ് ഗെയിംസിലെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് സ്റ്റാർട്ടിങ് 11 എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയ ഒരു 2 ഗെയിംസിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിൻ്റെ മേജർ റീസൺ ഇഞ്ചുറീസ് ആണ്. സോ ഇഞ്ചുറീസ് ഉള്ളിടത്തോളം കാലം എംബാപ്പേനെ എങ്ങനെയും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഡാണ് ഇപ്പം റിയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ്. അത് ഞങ്ങൾക്ക് ഡിഫൻസിൽ നല്ലോണം അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആയിട്ട് അറ്റാക്കിലും ഒക്കെ ഒരു കുറവ് ഓരോ പ്ലെയറിനും പ്രശ്നമാകുമ്പോൾ അത് കാണുന്നുണ്ട്. ഇപ്പോൾ ഹൊസേലു പോയതിന് ശേഷം ഹൊസേലുവിനുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ആൻസലോട്ടി പൊതുവേ പ്ലേയേഴ്സിന് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ഒരു ടൈപ്പ് മാനേജറാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് ഇന്നതിലേ കളിക്കാൻ പാടുള്ളൂ, ഈ പ്ലെയർ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്ന ഒരാളല്ല. ഒരു അളവിന് നല്ലോണം ഫ്രീഡം കൊടുത്ത് കളിപ്പിക്കുന്ന മാനേജറാണ്. അതുപോലെ തന്നെ എംബാപ്പെ ആണെങ്കിലും ആ ഫ്രീഡം ആവശ്യപ്പെടുന്ന ഒരു പ്ലെയറാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു 3 ഫോർവേഡ് പൊസിഷൻസ് ഉണ്ടായാലും വിനീഷ്യസ് ഓൾമോസ്റ്റ് ചിലപ്പോൾ ലെഫ്റ്റ് വിങ് തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. ബട്ട് ബാക്കി രണ്ടും ഇപ്പോൾ സ്ട്രൈക്കർ ആണെങ്കിൽ എന്തായാലും കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിലും എംബാപ്പയ്ക്ക് കളിക്കണോണ്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ലൈക്ക് എംബാപ്പെ ക്യാൻ പ്ലേ ഓൺ എയ്തർ വിങ്സ് എന്നാണ് എനിക്ക് തോന്നുന്നു. 2 സ്ട്രൈക്കർ ഉള്ളൊരു ഫോർമേഷൻ അതിന് സാധ്യത കുറവാണ്. കാരണം അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ മിഡ്ഫീൽഡിൽ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കൺട്രോൾ കിട്ടുമോ എന്നുള്ളതൊരു വലിയ സംശയം. സോ ഡെഫിനറ്റ്ലി മിക്കവാറും 4-3-3 തന്നെ ആയിരിക്കും മാക്സിമം ഗെയിംസും. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഒപ്പോസിഷൻ മേ ബി 2 സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളിക്കാനും ചാൻസ് ഉണ്ട് എനിക്ക്. പക്ഷെ അതിൻ്റെ ചാൻസ് ലൈക്ക് ഹൈലി അറ്റാക്കിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആവശ്യമുള്ള ഒരു ഗെയിം ആണെങ്കിൽ മാത്രമേ മേ ബി അങ്ങനെ ഒരു അഗ്രസീവായിട്ട് പോകാൻ ചാൻസ് ഉള്ളൂ 4 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട്. ബട്ട് അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി 4-3-3. നൈസ് ഇൻസൈറ്റ്സ്. എനിക്ക് ഇതിലൊരു കാര്യം ചോദിക്കാനുള്ളത് ലൈക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്നാമത് നിങ്ങൾ 4-3-3 കളിക്കുമ്പോൾ ഒബ്വിയസ്ലി വിനീഷ്യസ്, റോഡ്രിഗോ ആൻഡ് എംബാപ്പെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ടു ഗോ ഇൻ ടു ദാറ്റ് ഫ്രണ്ട് ത്രീ, റൈറ്റ്? സോ അങ്ങനെ വരുമ്പോൾ ഇതിലൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവർ 3 പേരും കുറച്ച് ഡ്രിബിളിങ് ഫേവറിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ലൈക്ക് ടു ക്യാരി ദ ബോൾ ഫോർവേഡ്. അത് ആ ഒരു റീസൺ കൊണ്ട് തന്നെ ദേ ആർ മോർ ലൈക്ലി ടു ലൂസ് ദ ബോൾ. സോ അങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിൽ 3 പേരും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് റിയൽ മാഡ്രിഡിന്റെ ഡിഫൻസിന് ഒരു എഫക്റ്റ് വരത്തില്ലേ? ആടാ ഡെഫിനറ്റ്ലി, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ
ബോൾ റിക്കവറിയുടെ കാര്യത്തിൽ നമുക്ക് ഉള്ള മെയിൻ കീ പ്ലേയേഴ്സ് മേ ബി വാൽവർദെ ആൻഡ് ബെല്ലിംഗം ഡ്രോബാക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ബോൾ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലെയറാണ്. ആൻഡ് ടോണി ക്രോസ് റിലേറ്റീവ്ലി ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ കുറച്ച് പിന്നിലാണെങ്കിലും ഹീ കവേഴ്സ് ഏരിയാസ് റിയലി വെൽ ഫോർ അതേഴ്സ് ടു സ്റ്റെപ്പ് ഇൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ വീക്കസ്റ്റ് പോയിന്റ് എപ്പോഴും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ്. ബട്ട് ആൻചലോട്ടിയുടെ ഇപ്പൊ ഈ സീസണുള്ള ഫിലോസഫി നീ കണ്ടുനോക്കിയത്, ലൈക്ക് നീ ആ ടീം കളിക്കുന്ന രീതി ഏത് മാച്ച് എടുത്താലും ഞങ്ങൾ ഹൈലി അറ്റാക്കിംഗ് ടീമാണ്. ഇപ്പോൾ വി ഡോണ്ട് റിയലി ബ്രാഗ് അബൌട്ട് അവർ ഡിഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഞങ്ങൾക്ക് അങ്ങനെ സോളിഡ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഇല്ല. കോട്ട്വേർഡ് കുറവുണ്ട്, ഒബ്വിയസ്ലി മിലിറ്റാവ് പോയി, പിന്നെ ആ ഒരു സോളിഡ് സെന്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് എന്നത് ഉണ്ടായിട്ടില്ല. കാരണം ഓരോരുത്തർക്കായിട്ട് ഇഞ്ചുറി ആവാണ്. ആലബ ഇഞ്ചുറി ആയി വരുമ്പോഴേക്കും റൂഡിഗർ പോയി, അങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചോന് ഇഞ്ചുറി ഇടയിൽ പിന്നെ നാച്ചോ വന്നു, എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സോളിഡ് ആയിട്ട് ഞങ്ങൾക്കൊരു ബാക്ക് ഫോർ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ സീസൺ. സോ ഡെഫിനറ്റ്ലി ഡിഫൻസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വീക്ക്നെസ് ഉള്ള ഗെയിമിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ആൻചലോട്ടി അത് കാരണം മാത്രം അങ്ങനെ 3 ബെസ്റ്റ് അറ്റാക്കേഴ്സിനെയോ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേയേഴ്സിനെ കളിപ്പിക്കാണ്ട് ഒരിക്കലും ഇരിക്കില്ല. ആൻഡ് ഒബ്വിയസ്ലി വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഐ തിങ്ക് ലീഗ് ഗെയിംസ് കൂടുതലും മേ ബി ബ്രഹീം ഡിയാസ് ആ റൈറ്റ് വിങ് പൊസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്രഹീം ഡിയാസ് നല്ല ഫോമിലാണ്, ആശാൻ അടിപൊളിയായി കളിക്കുന്നുണ്ട്. ആൻഡ് ഇന്നാള് ഇപ്പൊ റീസെന്റ് ആയി ബ്രഹീമിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു രക്ഷയില്ല, ചിക്കൻ എന്താ കളി. അപ്പോൾ കാരണം ഹൊസേലു ഇഞ്ചുറി ആയ ശേഷം ഐ തിങ്ക് ഹി ഹാസ് ടു പ്ലേ. ബ്രഹീം കളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അറ്റാക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി. അതുകൊണ്ട് ഐ തിങ്ക് സോ അപ്പോ റോഡ്രിഗോ ആൻഡ് ബ്രഹീം മേ എംബാപ്പ ബി വന്നു റൊട്ടേറ്റഡ്. കഴിഞ്ഞാല് എംബാപ്പ ഫിറ്റ് വന്നു ചെയ്യാൻ കഴിഞ്ഞാല് പറ്റുന്നതാണ് പറഞ്ഞത്. ബ്രഹീമിനെയും റോഡ്രിഗോക്കും ആ ടീമിൽ നിൽക്കണതിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. ഇല്ല, ഐ മീൻ അവരെന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോ മറ്റേ ഐ മീൻ എൻട്രിക്കോ അവരൊന്നും ചെറിയ കുട്ടികളല്ലടാ. ആ സൈനിങ്സ് ഒന്നും അങ്ങനെ അറ്റാക്കിങ്ങിലെ സൈനിങ് നടത്തിയെങ്കിലും, ഫോർ എക്സാമ്പിൾ എൻട്രിക്ക് ഉണ്ട്, പിന്നെ ആർദാഗുലർ കുറച്ചും കൂടെ ക്യാമ്പ് പോലത്തെയാണെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനെ പെർഫെക്റ്റ് റൈറ്റ് വിങ്ങിൽ അവനങ്ങനെ ഫുള്ളായി കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഹീസ് ഓൾസോ എൻ അറ്റാക്കിംഗ് പ്ലെയർ. അപ്പൊ ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ അവർക്കൊന്നും അങ്ങനെ മിനിറ്റ്സ് വരില്ല, പ്രശ്നം വരില്ല. ആകെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രഹീം ഡിയാസും ഇവനും ആയിരിക്കും, റോഡ്രിഗോ ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗ് എന്തായാലും റോഡ്രിഗോ കളിക്കുമായിരിക്കും, ബ്രഹീം ചിലപ്പോൾ സബ് ആയിരിക്കും, ലീഗിൽ നേരെ തിരിച്ചായിരിക്കും, അതായിരിക്കും സാധ്യത. അല്ല, അതാണ് എന്റെ ക്വസ്റ്റ്യൻ, അതായിരുന്നു. ലൈക്ക് അങ്ങനെ ഒരു റെഗുലർ ഫുട്ബോൾ കിട്ടിയില്ലെങ്കിൽ അവര് അത് ഇങ്ങനെ ഒരു സൂപ്പർ പ്ലേയേഴ്സ് റിയൽ മാഡ്രിഡിൽ മാത്രം നിൽക്കാൻ വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. സോ ഐ തിങ്ക് സം മൂവ്മെന്റ് സമ്മർ ട്രാൻസ്ഫറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് വേറെ കാര്യമാണ് ചോദിക്കാണ്ട്, ആൻചലോട്ടിയുടെ ഡിസിഷൻ, ലൈക്ക് ആൻചലോട്ടി റിയൽ മാഡ്രിഡ് നെക്സ്റ്റ് സീസൺ തുടരുന്ന ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻചലോട്ടിക്ക് വേണ്ടി തന്നെയാണോ ഈ ട്രാൻസ്ഫേഴ്സ് നടത്തുന്നത്, അതോ റയൽ മാഡ്രിഡ് നെക്സ്റ്റ് ഗാലക്ടിക്കോസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മൂവ് 2026 വരെ ഉണ്ട് അല്ലേ? 2020 അതിന്റെ ഇടയിൽ ഒരു ന്യൂസ് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ, ആൻചലോട്ടി എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. എക്സ്റ്റെൻഡ് ചെയ്തോ? ഓക്കെ, ഐ മിസ്ഡ് ദാറ്റ്. എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു കുറച്ച്, ഒരു 2 മാസം മുമ്പ് ഐ തിങ്ക് എക്സ്റ്റെൻഡ് ചെയ്തു ആൻചലോട്ടി ആ സമ്മർ ടൈമിൽ. ഞാനത് മിസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ സമ്മർ അല്ല, എന്ത് ഇയർ സ്റ്റാർട്ടിങ് ടൈമിൽ. എനിവേസ് നെക്സ്റ്റ് ഗാലക്ടിക്കോസ് ബിൽഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് ഓൾറെഡി അങ്ങനെയാണല്ലോ. ഡേവിസും കൊണ്ടുവരും ചിലപ്പോ സമ്മറിൽ. അൽഫോൺസോ ഡേവിസ് വെർബൽ അഗ്രിമെന്റ് ഓൾമോസ്റ്റ് ആയി എന്നാ പറയുന്നത്. ഹീസ് ഇൻട്രസ്റ്റഡ്. സോ ദാറ്റ്സ് ഗുഡ്. അങ്ങനെ ആള് വേണം. ലാസ്റ്റ് ടൈം ഉണ്ടായ പോലെ ഒരു ഡൗൺഫോൾ ഉണ്ടാവുമോ? എടാ, ലാസ്റ്റ് ടൈം അങ്ങനെ കംപ്ലീറ്റ്ലി ഡൗൺഫോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എങ്കിൽ കൂടി ആ ഒരു അച്ചീവ്മെന്റ് ഞാൻ പറയട്ടെ, എടാ അത് രണ്ടും വ്യത്യാസമുണ്ട്. ഗാലക്ടിക്കോസിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അന്ന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ലൈക്ക് പ്രൂവൺ പ്ലേയേഴ്സിനെയാണ് കൊണ്ടുവന്നത് ഒരുവിധം. ഇപ്പോ രണ്ടും ഉണ്ടല്ലോ, യങ് ടാലൻസ്. വി ആർ ഓൾസോ ബിൽഡിംഗ് ഫോർ ദ ഫ്യൂച്ചർ അല്ലേ? നമ്മുടെ സൈനിങ്സ് എല്ലാം അങ്ങനെ വെറും സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവന്നു. ഇപ്പൊ ബെല്ലിംഗം സൂപ്പർ സ്റ്റാർ ആണ്, ബട്ട് ഹീസ് വെരി യങ്. ഹീസ് സംബഡി ഹു വിൽ സ്റ്റേ ഫോർ ദ ഫ്യൂച്ചർ. ബട്ട് അന്ന് ഗാലക്ടിക്കോസ് കുറച്ചും കൂടെ റിലേറ്റീവ്ലി ഓൾഡർ പ്ലേയേഴ്സ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അവരെ കൊണ്ടുവന്നു, കുറച്ച് കളിച്ചു, പിന്നെ അവര് പോയി.
അങ്ങനത്തെ ഒരു ഇതാ. ബട്ട് ഇത് അങ്ങനെയല്ല. നമുക്ക് കുറെ കാലം റിയൽ മാഡ്രിഡിന്റെ തന്നെ ഒരു ഐഡന്റിറ്റി ആയി മാറാൻ പോകുന്ന പ്ലേയേഴ്സ് ആണ് ഇവരൊക്കെ. ഓൾറെഡി ആയി കഴിഞ്ഞു. അവരെ നമുക്ക് വേറെ ക്ലബിൽ പോലും ഊഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ദ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി. പുതിയ And I മാനേജർ think the വന്നാൽ future is മേ ബി scary. അല്ല, Future പുതിയ is മാനേജർ scary. വന്നാൽ ഡെഫിനറ്റ്ലി നീ പറഞ്ഞ പോലെ അടിയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട്. ബട്ട് റൈറ്റ് നൗ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ദ പ്ലാൻ. എംബാപ്പെ ഫിറ്റ് ഇൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല. കാരണം അത്രയും വലിയൊരു പ്ലെയറിനെ കൊണ്ടുവന്ന് അവരെങ്ങനെയാലും അതിനുള്ള സ്പേസ് കൊടുക്കും. കാരണം അത്രയും അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. സോ സംഭവം എന്താ വെച്ചാല് അവൻ വന്നു കഴിഞ്ഞാല് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ റൊട്ടേഷൻ പ്ലേയേഴ്സ് ആയി മാറും. പിന്നെ അവര് ചിലപ്പോ പതിയെ ടീമിൽ നിന്നുള്ള എന്താ പറയാ കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് പോയി തുടങ്ങും. കാരണം ഇത്രയും എത്ര നല്ല ടീമായാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഇത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോ അൺഹാപ്പി ആയിരിക്കും ഫുട്ബോൾ ഗെയിം ചില കളിക്കാൻ players. പറ്റണം. കളിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ആ സോ അത് പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചില പ്ലേയേഴ്സിന് അതായിരിക്കും കംഫർട്ടബിൾ. അങ്ങനെ സ്റ്റേജ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് റയൽ മാഡ്രിഡില്. സോ അങ്ങനെയാവാം. ബട്ട് മിക്ക പ്ലേയേഴ്സിന് അതായിരിക്കില്ല. അവർക്ക് കുറച്ചുകൂടെ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നും കളിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. സോ ബാക്കിയുള്ള പ്ലേയേഴ്സിനായിരിക്കും അത് കൂടുതൽ അഫക്ട് ചെയ്യാൻ പോണേ. എംബാപ്പെ വിൽ ഡെഫിനറ്റ്ലി ഫിറ്റ് ഇൻ ആൻഡ് ഹിൽ ഷൈൻ ഇൻ ദ ടീം. Okay, anyways, let's move on to the next topic. സൗദി പ്രോ ലീഗിൽ നമുക്കറിയാം യൂറോപ്യൻ ഫുട്ബോളിന്റെ മുഖച്ഛായ വരെ മാറ്റിയെടുത്ത ഒരു കുറേ ട്രാൻസ്ഫേഴ്സാണ്. യൂറോപ്യൻ ഫുട്ബോളിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത കുറേ ട്രാൻസ്ഫേഴ്സാണ് സൗദി നടത്തിയത്. ആൻഡ് ഇനിയും നടത്താനുണ്ട്. ഡെബ്രോയിനെ ചക്കട്ട് പിടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കുറേ പ്ലേയേഴ്സിന് ഇനിയും അങ്ങോട്ട് പോകാനുണ്ടെന്ന് പറയുന്നു. ബട്ട് വേറൊരു ന്യൂസ് എന്ന് കേട്ടത് പ്ലേയേഴ്സ് ഇപ്പോൾ സൗദിയിൽ കുറച്ച് അൺട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എസ്പെഷ്യലി ബെൻസീമയുടെ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ബെൻസീമയ്ക്ക് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ബട്ട് സൗദി പ്രോ ലീഗ് ഈസ് ട്രൈങ് എവറിത്തിങ് ഇൻ ദർ പവർ ടു കീപ്പ് ഹിം ഇൻ സൗദി. ആൻഡ് മേ ബി നെക്സ്റ്റ് സീസൺ സാല പോവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചൈനീസ് ട്രാൻസ്ഫേഴ്സ് പണ്ട് നടന്ന പോലെ ഒക്കെ പൊട്ടി പാളീസാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, കാരണം നീ എടുത്ത ഫോർ എക്സാമ്പിൾ ബെൻസെമ തന്നെ വളരെ മോശമായ എക്സാമ്പിളാണ്. കാരണം ബെൻസെമയ്ക്ക് എന്താ ഉണ്ടായിച്ചാൽ ബെൻസെമയ്ക്ക് മാനേജറായിട്ട് കുറച്ച് അടിയായി. മാനേജറായിട്ട് ഒത്തുവരാണ്ടാണ് ആശാന് പ്രശ്നമായത്. അല്ലാണ്ട് ജനറലി സൗദി ലീഗിൽ പ്രശ്നമുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നല്ല. പക്ഷേ ജനറലി വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്ലേയേഴ്സിൽ പൊതുവേ ഉള്ള ടോക്ക് എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും അവിടുത്തെ അന്തരീക്ഷമാണെങ്കിലും പ്ലേയേഴ്സിന് അങ്ങനെ എന്താ പറയുക കൂടുതൽ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പ്ലേയേഴ്സ് ഒരുപാടുണ്ടെന്നാണ് ഒരു ന്യൂസ്. സോ ഞാൻ ബെൻസിമ എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിൾ ആയതുകൊണ്ട് എടുത്തേ ഉള്ളൂ. എടാ അതങ്ങനെ സൗദി ലീഗിൽ ആ ക്ലൈമറ്റിൽ ആ ലെവലിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റില്ല. അത് കുറച്ചു പേർക്കേ പറ്റുള്ളൂ. അതിന് അതാ പ്ലേയേഴ്സിന്റെ കുഴപ്പം. ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റിന്റെ അങ്ങനെ ഒരു ഇഷ്യൂ പാലക്കാട് അത് അതിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നോളജീസ് സൗദിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇവര് എന്താ പറയാ വേണമെങ്കിൽ അത്രയും ചിലപ്പോ ഇൻഡോർ ഐ മീൻ ക്ലോസ് സ്റ്റേഡിയം ഒക്കെ ആക്കാൻ ആയിട്ട് തയ്യാറായിട്ട് നിന്നിരുന്ന ഒരു രാജ്യങ്ങളാണ്. സോ ക്ലൈമറ്റിന്റെ വിഷയം മാത്രമല്ല, എനിക്ക് തോന്നുന്നു വേറെ കാര്യം, ഒന്ന് യൂറോപ്പിൽ കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവര് അൺഹാപ്പി ആയിരിക്കും. മണി എന്നുള്ള ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാല് എന്താ പറയാ ഇവിടത്തെ ഹ്യൂമൻ റൈറ്റ്സും ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള ഫ്രീഡം കാര്യങ്ങളും മാറി മാറി വരുന്നേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ദോസ് ചേഞ്ചസ്. സോ അതൊരു കാര്യമാണ്. പിന്നെ യൂറോപ്പിൽ കളിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാല് അവരെ നാഷണൽ ടീമിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ആ യൂറോപ്പിലത്തെ സ്പോട്ട്ലൈറ്റ് കിട്ടിയാലാണെങ്കിൽ ആ പ്ലേയേഴ്സിനെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ ഒരു ജനറൽ ട്രെൻഡ് അങ്ങനെയാണ്. സോ ഇവിടെ കളിച്ച് ഒരു ലോവർ കോമ്പറ്റീഷനിൽ തിളങ്ങിയെന്ന് വെച്ചാല് അത് ഒരു നാഷണൽ സ്ക്വാഡിൽ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ അതും ഒരു കാരണമാണ്. ബട്ട് ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങനെ പ്ലേയേഴ്സിന് അത്രയും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. ബട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ
റീസൺസ് ഉണ്ടാവാം. നാഷണൽ ടീം അതാണ് എനിക്ക് സെലക്ഷൻ അങ്ങനെ ഒരു വലിയ ക്രൈറ്റീരിയ ആവണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇവനിപ്പോ ഈ പറഞ്ഞ പ്ലേയേഴ്സ് ഒക്കെ ആരാ? മനെ, പിന്നെ മനെ എന്തായാലും കളിക്കും സെനഗലിന് വേണ്ടി, കളിക്കാൻ പറ്റുന്ന അത്രയും പറഞ്ഞത് കാലം. ഇനി പോവാൻ പിന്നെ പോകുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ എടാ ഇംഗ്ലീഷ് ഡെബ്രൂയിനെ ഇനി ടീമിൽ കളിക്കില്ല, ഉറപ്പാണ്. ഡെബ്രൂയിനൊക്കെ പ്രായമായി. പിന്നെ ആരാ? എല്ലാം പ്രായമായ പ്ലേയേഴ്സ് അല്ലേ, അവർക്ക് ഇനി എന്ത് നാഷണൽ ടീം? കാൻഡ്യ കളിക്കോ? എനിക്ക് തോന്നുന്നില്ല. അവർക്കൊന്നും ആ ലെവൽ ഫിറ്റ്നസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നീ എന്തൊക്കെ പറഞ്ഞാലും യൂറോപ്പിൽ ഇപ്പോഴുള്ള ഇപ്പോൾ പ്രീമിയർ ലീഗിലുള്ള ഒരു ഇന്റൻസിറ്റിയിലുള്ള ട്രെയിനിങ്ങും മാച്ചസും കോമ്പറ്റീഷനും ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും അവർക്ക് ബാക്കി ഹൈ ലെവൽ കോമ്പറ്റീഷനിൽ കമ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവരുടെ ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വളരെ റെയർ ചാൻസേ ഉള്ളൂ. ഇപ്പൊ ക്രിസ്ത്യാനോ ഒക്കെ കളിച്ചു പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. അത് നമ്മൾ കാണുന്നതാണ്. വളരെ കുറച്ച് പേർക്ക് അവിടെ ലൈക്ക് ഏത് ക്ലബിലും ഏത് കൺട്രിയിൽ പോയിട്ടൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മെജോറിറ്റി ഓഫ് ദ പ്ലേയേഴ്സിന് ആ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞ ഒരു അഡാപ്റ്റബിലിറ്റി ഫാക്ടർ. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ യങ് പ്ലേയേഴ്സ് കൂടെ വരാൻ തുടങ്ങുകയാണല്ലോ. ലൈക്ക് റൊണാൾഡോ ആദ്യം പോയി. സോ അതിന്റെ പിന്നാലെ ഇപ്പൊ നെയ്മർ ആയാലും അതേപോലത്തെ ഇപ്പൊ സല പോവാനായിട്ട് നിൽക്കുകയാണ്. സലയ്ക്കൊക്കെ എനിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. ബട്ട് നീ പറഞ്ഞ സംഭവം ഉണ്ട്, ഈ കോമ്പറ്റേറ്റീവ് നേച്ചർ അവിടെ കിട്ടാത്തതിൽ അവർ ചിലപ്പോ ഒരു അൺസെറ്റിലിംഗ് ഉണ്ടാവാം. പിന്നെ അത്ര ആ ഒരു ഫാൻ ഫോളോയിങ്ങോ അത്രയും ഒരു സ്പിരിറ്റോട് കൂടിയുള്ളൊരു കളികളായിരിക്കില്ല അവിടെ നടക്കുന്നത്. സോ ആ ഒരു ഇത് കണ്ട് ശീലിച്ച് കളിച്ച് വന്നവരാണെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതൊക്കെ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആണ്. ഇത് വലിയൊരു ഫാക്ടറായിട്ട് സൗദിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നുള്ളൊരു ഇതെനിക്ക് തോന്നണില്ല. കാരണം സൗദി അങ്ങനെയുള്ള പ്ലേയേഴ്സിന് ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അത് ഓവർകം ചെയ്യാനുള്ളൊരു പവർ ഇപ്പോ സൗദി ടീമിനുണ്ട്, ഐ മീൻ കൺട്രിക്ക് ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്കൊക്കെ വളരെ ആവേശഭരിതമായ ടോപ്പിക്കായിരിക്കും. റൊണാൾഡോക്ക് ഒരു മാച്ച് ബാൻ കിട്ടിയ ടോപ്പിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ മെസ്സിയുടെ ചാൻഡ് വെച്ചപ്പോൾ അവനൊരു അനാവശ്യമായ അൺനെസസറി ആയിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാണിച്ചെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചൈൽഡിഷോ അഡൽട്ടിഷോ? അല്ല, റിയാക്റ്റീവായിട്ട് കുട്ടികളെ പോലെ കളിച്ച പോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ ചൈൽഡിഷ് എന്ന് പറഞ്ഞത്, അല്ലാതെ നീ ഉദ്ദേശമല്ല. ഓനെ എന്താ കാണിച്ച് സൗദിയിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോഞ്ഞത് നന്നായി. അതിനൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്ത് ഇതാക്കല്ലേ വേണ്ടത്. അതൊരു ആ ഒരു സമയത്തെ ഇമോഷൻ കാരണം പുള്ളി ഒരു ജസ്റ്റർ ചെയ്തു. അതിനുള്ളൊരു ബാൻ ആൾക്ക് കിട്ടി, അതവിടെ കഴിഞ്ഞു. അത് മാത്രല്ലടാ, ലൈക്ക് അങ്ങനെ മാത്രം എനിക്ക് കാണാൻ പറ്റും എന്നൊക്കെ തോന്നില്ല. ലൈക്ക് ഇത് നമ്മള് കുട്ടികൾ കാണുന്ന ഒരു സ്പോർട്ടാണ്. കുറെ പേര് ഇതാക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആൻഡ് സൗദിനെ പറ്റി പറഞ്ഞാൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സൗദി. കുറച്ചുകൂടി ഇപ്പൊ അങ്ങനെ ആണോന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിൽ കൂടി. സോ ആ ഒരു സ്പിയറിൽ നോക്കുമ്പോഴും ഒരു ഈ ഫുട്ബോളേഴ്സ് എന്നുള്ള രീതിക്ക് ആ പ്ലേയേഴ്സ് എന്നുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അവർ നിൽക്കുന്ന കൺട്രിക്കാണെങ്കിലും അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിന് ഒരു കുറച്ചുകൂടി ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ആ ഒരു സമയത്ത് റൊണാൾഡോ ആ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ അത് കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നി. അല്ല, മണവാളം പറഞ്ഞോട് എനിക്കും അങ്ങനെ മൊത്തത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം ജസ്റ്റ് സൗദി ആയതുകൊണ്ട് മാത്രമല്ല, ഇത്രയൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരാള്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാള് പലർക്കും, അതായത് നമ്മൾ സംസാരിക്കുന്ന വെറും 1000 10,000 പേരൊന്നുമല്ല, ലക്ഷങ്ങളും കോടികളും ആയ ആൾക്കാർ ആരാധിക്കുന്നതും കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു റോൾ മോഡലായ ഒരു ഐഡിയൽ പോലത്തെ ഒരു ആള് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു വളരെ മോശമായ ഒരു ജസ്റ്റർ കാണിക്കുമ്പോൾ അത് ക്രിട്ടിസൈസ് ചെയ്യണം, അതിന് പറ്റിയ പണിഷ്മെന്റ് കൊടുക്കണം. ഐ മീൻ ബാനിനോട് എനിക്ക് എതിരായിട്ടൊന്നും പറയാനില്ല, അത് ഡെഫിനറ്റ്ലി കൊടുക്കണം. പക്ഷെ എനിക്ക് അതിൽ ഒരു കാര്യം മാത്രമേ എതിർക്കാനുള്ളൂ. ഇതേ ഒരു
തരം ജെസ്ചർ. എമി മാർട്ടിനസ്, നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, മറ്റേ ഗോൾഡൻ ഗ്ലൗ ജയിച്ചല്ലോ വേൾഡ് കപ്പില് ഖത്തറില്. ആ ടൈമില് അങ്ങേരും ഇതേപോലെ മറ്റേ എന്താ അവാർഡ് കിട്ടിയപ്പോ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചത് ഓർമ്മയില്ലേ, മോക്ക് ചെയ്തത്. എന്തോ ഫ്രാൻസിനെതിരെയുള്ള ദേഷ്യം തീർക്കാനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നീട് എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷെ അന്ന് അയാൾ ചെയ്തതിന് മാത്രം ഒരു പണിഷ്മെന്റോ ബാനോ ഒരു തേങ്ങയില്ല. അത് ഖത്തറിലായിരുന്നു, അതും ഇതുപോലത്തെ കൺട്രിയിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വേൾഡ് കപ്പിൽ, ലൈക്ക് ദ ഹയസ്റ്റ് കോമ്പറ്റീഷൻ ഇൻ വേൾഡ് ഫുട്ബോൾ, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ഈ ഓരോരോ അതോറിറ്റി ഈ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് എമി മാർട്ടിനസിന് കൊടുത്തത് ലൈക്ക് അത് ജസ്റ്റ് ന്യൂസിൽ വന്നു, ന്യൂസായി, അവനെന്തോ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു. ഫ്രാൻസിന് പ്ലേയേഴ്സിനെതിരെയോ അതോ ഫാൻസിനെതിരെ എന്തോ ദേഷ്യം വന്നിട്ട് അവൻ പറഞ്ഞു ചെയ്തതാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ലിയണൽ സ്കലോണിയും പറഞ്ഞു, ഹെഡ് കോച്ച് പറഞ്ഞു എമി മാർട്ടിനസ് ഭയങ്കര നല്ല ആളാണ്, ഹീസ് എ ഗുഡ് ഗൈ, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അന്ന് അയാൾക്ക് ഒരു ബാനോ ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല. സോ അത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റില്ല. ബട്ട് റൊണാൾഡോന് കൊടുക്കേണ്ട പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം, അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ നമുക്ക് എൻഡ് ചെയ്യാം. എന്താണാവോ ഇന്ന് കുറെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മണവാളി കൂടെ എക്കോ അടിച്ചിട്ട് വരെ എനിക്ക് എങ്കിൽ കൂടി കുഴപ്പമില്ല. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ടു കാലിപ്പോസ് ടോക്സ് ആൻഡ് വിൽ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. സുലാൽ.